today. And there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം കൂടി മോഹൻ സ്തോത്രം അവിടുത്തെ ആമേൻ സന്നിധിയിലടിയങ്ങൾക്ക് ആമേനായിരിക്കാൻ ആമേൻ തന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അവിടുത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ആമേൻ അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങളൊക്കെ കേൾക്കുവാനൊക്കെ തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആയിട്ട് ആമേൻ സ്തോത്രം അവിടുത്തെ തിരുസന്നിധിയിൽ അടിയങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ആമേൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തുടക്കം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആമേൻ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ വചനപ്രകാരം പറയുന്നല്ലോ, നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും ആമേൻ നിങ്ങളുടെ മക്കളുടെ സമാധാനം വലുതുമാകുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി വളർന്നു വരുവാൻ സ്വർഗം സഹായിക്കുന്ന ഓരോ ക്രമീകരണങ്ങൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവേ. സൺഡേ സ്കൂളിലൂടെ അതിനായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന അധ്യാപകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ സ്തോത്രം. ഇന്നത്തെ ഓരോ ശുശ്രൂഷന്മേലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ ഉയർത്തുന്ന ശുശ്രൂഷയായി തീരുവാൻ സ്വർഗം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാ അഭിഷിക്തന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഇന്നത്തെ ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും അവിടുന്ന് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ശാന്തരായിട്ട് ഏകാഗ്ര ഹൃദയത്തോടെ ആമേൻ ഓരോ ക്രമീകരണങ്ങളെയും ചെയ്യുമ്പോഴും ആമേൻ അനുഭവിക്കുമ്പോഴും ആമേൻ സ്വർഗം പ്രസാദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കൂടി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകലതും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പരിശുദ്ധ പിതാവേ. ആമേൻ. Thank you, Thomas uncle. Psalms 127:3 reminds us that children are a gift from the Lord. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ദൈവം ദാനമായി നൽകി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കഴിവുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ പ്രാർത്ഥനയോടെ വളരെയേറെ ശ്രദ്ധയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഇവിടെ ആരംഭിക്കാം. സോ ഐ കോൾ സിസ്റ്റർ അഞ്ജലി ഫോർ ദ വെൽക്കം സ്പീച്ച്. Praise the Lord. Good evening, everyone. On behalf of Maranatha Full Gospel Church, I'm delighted to welcome you all to today's Sunday School program. First and foremost, we give thanks to God for bringing us together in fellowship and love. Today is a day to rejoice in the gifts He has bestowed upon our children and to witness their growth in His Word.
I want to extend a warm welcome to Pastor Jexi Matthew, Dubai Church leaders Suresh Uncle and Anil Uncle, and our pastor Anil Abraham, and our church leaders. We welcome all the parents and family members who have joined us today. Your support and encouragement are vital in nurturing their spiritual journey. A special thank you goes to our dedicated Sunday school teachers and volunteers. Your tireless efforts in teaching, guiding, and inspiring our children are deeply appreciated. You have poured your hearts into this program, making a success, and we are grateful for your unwavering commitment. To our dear children, today is your day. We are excited to see the wonderful performance you have prepared. Remember, you are shining examples of God's love, and we are incredibly proud of each one of you. Let us also remember those who couldn't be with us today. Whether they are unwell or have other commitments, they are in our prayers. We hope to share the joy of today's program through them, through recordings. As we embark on this wonderful celebration, let us open our hearts to messages of hope, love, and faith that our children will share with us. May today's program bring us closer to one another and strengthen our bond as a church family. Once again, welcome to everyone, and thank you for being here to support our children. Let us enjoy this beautiful day together. God bless you all. Thank you. Thank you, Anju Chechi. Now let's listen to a psalm recitation by Moses. Psalm 91. He who dwells in the shelter of the Most High shall abide under the shadow of the Almighty. Surely he'll deliver from the snare fowler, and you shall take refuge under his feathers, and under his wings his truth shall be a shield and a buckler, and you shall not be afraid of terror at night, nor the arrow that flies by day, nor the destruction that lays waste in noonday. 1,000 may fall at your side and 10,000 at your right hand, or it shall not come near you. You shall only see it at your eyes. You shall not tread upon a lion and a cobra, the young lion and the serpent shall trample underfoot, because he has set his love upon me. And answer him and be in trouble, and he will call upon me and answer him and deliver him in all. Long life will satisfy him in my salvation. Psalm 91. Okay, thank you, Moses. May God bless you. So today, as we stand here, especially me and Abhiya, we are very happy. ബിക്കോസ് ഈ സൺഡേ സ്കൂള് 16 ഇയേഴ്സ് മുമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടുള്ള ആ വെരി ബിഗിനിങ് തൊട്ടുള്ള 2 സ്റ്റുഡൻസ് ആയിരുന്നു ഞാനും അഭിയായും. ഇന്ന് അതേ സൺഡേ സ്കൂളിൽ പഠിച്ച് അതേ സൺഡേ സ്കൂളിൽ കൂടെ വളർന്ന് അതേ സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറി ആങ്കർ ചെയ്യാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളെ ട്രെയിൻ ചെയ്ത അന്നത്തെ ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഇപ്പോഴും ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്ന ഇപ്പോഴത്തെ നേതൃത്വം, എല്ലാവരോടും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരി താങ്ക്സും ഉണ്ട്. ഞങ്ങൾ അന്ന് സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ ഒക്കെയും ഞങ്ങൾ ഇന്നും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ സൺഡേ സ്കൂളിലെ സ്റ്റുഡൻസ് ആയിട്ട് നിന്ന് പിന്നീട് ഇതേ സൺഡേ സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ടും വരുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യാനായിട്ട്. അപ്പം ഈ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി നാളെ ഇതേ സൺഡേ സ്കൂളിന് വേണ്ടി തന്നെ ദൈവത്തിനാൽ പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ പ്രോഗ്രാം ഓഫ് ദ ടൈനി ടോട്ട്സ് ആൻഡ് ദ KG ചിൽഡ്രൻ, the students of Brother Fiji, Sister Pamela and Sister Anjali. One, two, three, four, five, six, seven. 1, 2, 3, 4, 5, 6, 7. On day number 1, God made light. He made the day and he made the night. On day number 2, God made the sky. It's big and blue and way up high. Whoa. Whoa.
day number 3, God made the sea. He made the land, every plant and tree. On day number 4, God made the stars. He put the sun in the sky, super duper far. Whoa. Whoa. God made you and God made me. He made everyone and everything we see. He made the earth and He made the heavens. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. On day number 5, God made birds and fish, dolphins and whales and things that go squish. On day number 6, God made animals and bugs, foxes and cubs, all for us to hug. Whoa. Whoa. On day number 6, God also made man. He said it was good and part of His plan. On day number 7, God stopped to rest. He saw what He made. It was His best. Whoa. Whoa. God made you and God made me. He made everyone and everything we see. He made the earth and He made the heavens. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. God made you and God made me. He made everyone and everything we see. He made the earth and He made the heavens. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. Thank you, dear children, and you have done a very wonderful performance. So, ഇവർക്ക് ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാൻ വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുറച്ച് സമയത്ത് നിന്ന് അവർ പഠിച്ചെടുത്തതാണ് അവരിന്ന് ഇവിടെ കാണിച്ചത്. നമ്മുടെ ഏറ്റവും കൊച്ചു കൂട്ടുകാരാണ് അവർ. അപ്പം അവരത് നന്നായിട്ട് ചെയ്തെങ്കിൽ ഒരു കൈയടിയും കൂടെ കൊടുക്കാമോ അവർക്ക്? Okay, thank you. So, as Isaiah says, our God makes way through the sea and path through the mighty waters. Yes, God is our way maker and He keeps His promises. Our junior kids are ready here to entertain us through a song. Let's invite the students of Sister Nisha and Sister Sharon for this song. You are here, moving in our midst. I worship you. I worship you. You are here, working in this place. I worship you. I worship you. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. 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 Even when I don't see it, you're working. Even when I don't feel it, you're working. You never stop. You never stop working. You never stop. You never stop working. Even when I don't see it, you're working. Even when I don't feel it, you're working. You never stop. You never stop working. You never stop. You never stop working. Jesus, you are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are
Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. 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 Who you are. That is who you are. Praise the Lord. Praise the Lord. Thank you, kids. Beautifully sung. Now I call upon Caitlin for a solo performance. Praise the Lord. Today I'm going to narrate the story of Good Samaritan. A man was traveling from Jerusalem to Jericho. Suddenly, a gang of robbers came and attacked him. One of the robbers said, "Give me all your money," they demanded. The man said, "I need my money," he cried. Then the robbers got angry and started to beat and attack him. The robbers stripped and took everything what he got, even his clothes, and leaving the man half dead. He waited and waited for someone to come and help him. Then after some time, a priest came. Priests are the people who are helpers of God. Do you think the priest helped the man? No. The priest said, I am too late. Maybe someone else would help him, and left. After some time, a Levites came. Levites are people who knows all God's love. Do you think they helped? No. The man said, I don't know if he's dead or is he alive. Then the man and then the Levites gone. Then after some time a Samaritan came. Jewish people do not like Samaritans because they think Samaritans are not good people. But this Samaritan was a good people and stopped to help. The Samaritan took from his kit bag, healing oil and wine and wound him up. Then the Samaritan put him on his own lifted on his own donkey and find the nearest inn. Then he gave the innkeeper 2 coins and said, I will repay you back. I'll come after a few days and I'll repay you back, he said. The moral of the story is, love your neighbors as yourself. Be kind, love and each other. Thank you. Good job, Caitlin. God bless you, dear. Mark 16:15 says, Go into all the world and preach the gospel to all creations. Next, we move on to a group dance performed by the sub-junior class led by Sister Chris. This song shares the goodness that Jesus is our good news that Jesus is our King. How he served his people while on earth and his sacrifice on the cross gave us salvation and new life. Let's put our hands together and welcome the sub-juniors. राजाओं का राजा कौन है दुनिया का बादशाह यीशु है उसका नाम यीशु है उसका नाम तो करो जय जयकार तो करो जय जयकार तो करो जय जयकार तो करो जय जयकार बोलो कौन है राजाओं का राजा कौन है दुनिया का बादशाह यीशु है उसका सुनाई नहीं दिया
चलता है, भीड़ को खिलाता है, शैतान भी डरता है यीशु के नाम से, शैतान भी डरता है यीशु के नाम से। बोलो कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है दुनिया का बादशाह, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार। सुनो, क्रूस को उठाया है, मौत को हराया है, क्रूस को उठाया है, मौत को हराया है, अनुग्रह से उसके हमने उद्धार पाया है, अनुग्रह से उसके हमने उद्धार पाया है। बोलो कौन है राजाओं का राजा, कौन है दुनिया का बादशाह, कौन है राजाओं का राजा, कौन है झारखंड का बादशाह, यीशु है उसका नाम। तो करो जय जयकार, 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 तो करो जय जयकार। That was a stunning performance. Thank you children and may God bless you all. അപ്പോൾ അടുത്തതായിട്ട് ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്കൊരിത്തിരി ഗെയിം കളിക്കാം. അപ്പം ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ദയവായി ആരും ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകരുതെന്ന് ആദ്യമേ ഓർപ്പിക്കുന്നു. ഓക്കെ, ഇതിന് റൂൾസ് ഉണ്ട്. നമ്മൾ സ്പിന്നിങ് വീല് പ്ലേ ചെയ്യും. എന്നിട്ട് അതിനകത്തു നിന്നാണ് നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് അതിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ ആൾ എഴുന്നേൽക്കുമ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫേമസ് പേഴ്സണാലിറ്റീസിനെ ആയിരിക്കും നമ്മൾ പിക്ചർ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് അതാരാണെന്ന് നിങ്ങൾ പറയണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ജനറലായിട്ടുള്ള എന്തെങ്കിലും മതിയെന്നുണ്ടെങ്കിൽ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് സോങ്സ് ആണ്. പാട്ടിനെ ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൂന്നാമത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് ആർക്കാണോ ആ സ്പിന്നിങ് വീല് നിൽക്കുന്നത് അവരുടെ ചോയ്സാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സ് ആണ് ഫസ്റ്റ് ചാൻസ്. ആ 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ എടുക്കാം. ഇവിടെ ഉള്ള ആരെങ്കിലും ഒരാളുടെ സഹായം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ആദ്യമേ പറയാം, ജെക്സി പാസ്റ്ററുകളെയും പപ്പായെയും മമ്മിയെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ എല്ലാവരും അവരുടെ അടുത്തോട്ട് പോകുന്നുള്ളത് കൊണ്ട് ഇവരെ 3 പേരെ ഒഴിച്ച് ബാക്കി ആരുടെ അടുത്തൊന്നും നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. ഓക്കെ, Row number 10, seat number 6. അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. Light ഇട്ടോ? ഫസ്റ്റ് എന്നാണല്ലോ. Light ഇട്ടോ. ഓക്കെ, റോ നമ്പർ 10. നമ്മൾ ലേഡീസ് ഫസ്റ്റ് ആയതുകൊണ്ട് റോ നമ്പർ 10. അയ്യോ 10 ഇല്ലേ? ഓക്കെ, അതിന് അവസാനത്തെ റോ എടുത്തു. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് ലാസ്റ്റ് റോയിലെ 6th സീറ്റ്. ലാസ്റ്റ് റോ എവിടെയാ? ജിൻസി ചേച്ചി ഒക്കെ ആണോ? കഴിക്കോ? ഓക്കെ, ജിൻസി ചേച്ചിക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഏതിൽ നിന്ന് വേണേലും ചൂസ് ചെയ്യാം. ഫേമസ് പേഴ്സണാലിറ്റീസ് വേണോ, അതോ ബൈബിളിൽ നിന്ന് മതിയോ, അതോ സോങ്സ് ആണോ? ഏതാണ്? സോങ്സ് മതി.
ഓക്കെ, സോങ്സ് എന്ന് പറയുമ്പം നമ്മൾ അതിനകത്ത് ചോദിക്കുന്നത് ഏതെങ്കിലും പഴയ പാട്ടുകളോ ഒക്കെ ആയിരിക്കാം. അത് ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയണം. ഒരുപാട് പഴയ പാട്ടുകളല്ല, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ്. ഫസ്റ്റ് പാട്ടാണ്. പോകല്ലേ കടന്നേ നീ പ്രിയ യേശുവേ. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ആരാണ്? പറഞ്ഞു വെറുതെ പറഞ്ഞു. Simon sir? അല്ല, ഇത് ക്ലൂ തരാം. ഇതൊരു ഇംഗ്ലീഷ് പാട്ടായിരുന്നു, അത് മലയാളത്തിലേക്ക് തർജിമ ചെയ്തു വന്നതാ. ഹെൽപ്പ് എടുക്കണോ? ആരുടെയും ഹെൽപ്പ് ചോദിച്ചോ? ക്രിസ്റ്റിച്ചി. ഇംഗ്ലീഷ് സോങ് ആണ് മലയാളം? ഇത് വീണകൾ, ഫാനി ക്രോസ്ബി. ഓക്കെ, അലനാണ്. താങ്ക് യു ചേച്ചി. സമ്മാനം നമുക്ക് പിന്നീട് അറേഞ്ച് ചെയ്യാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഈ ഒരു റൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഗ്യാപ്പിൽ അടുത്തത് ചെയ്യാം. ഓക്കെ. Welcome the students of Brother Thomas, Brother Shiji and Brother Bensi for their skit trained and directed by Sister Becky. Sit back and enjoy. ടെക്നിക്കൽ ഡിലേ വന്നതുകൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ മൂവ് ചെയ്യാണ്. ഇത് പക്ഷേ സ്പിന്നിങ് വീൽ നമുക്ക് ഇടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്യണോ അതോ ആരെങ്കിലും വില്ലിംഗ് ആയിട്ട് കൈവെക്കുന്നോ? Hello. ഓക്കെ, ഇത്തവണ എന്നാൽ അങ്കിളുമാരുടെ ഭാഗത്തു നിന്ന് വരാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പാട്ടങ്ങ് പറയാം. അതിൽ ആരാണ് അതിൻ്റെ ആ പാട്ട് എഴുതിയതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആരെയും ചൂസ് ചെയ്യുന്നില്ല, അറിയാവുന്നവർ പറഞ്ഞു. അങ്കിളുമാരുടെ ഭാഗത്തു നിന്ന് അങ്ങേക്കാരാധന, ആത്മാവിൽ നിറയുന്ന ആരാധന. ഈ പാട്ട് ആരെഴുതിയതാ? ഭാഗത്തു നിന്നാണ് വേണ്ടുന്നത്. ആരെഴുതിയതാണെന്ന് അറിയോ? ആർക്കെങ്കിലും? ആർക്കും അറിയത്തില്ലേ? ആരെങ്കിലും പറയുന്നോ? ഗസ്, വെറുതെ ഗസ് ചെയ്യുന്നോ ആരെങ്കിലും? അല്ലെങ്കിലേ ഗുഡ് ട്രൈ, പക്ഷെ അതല്ല. Hello. Okay. അല്ലേ, നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്താലോ? ഇവിടെ ആർക്കേലും? പറഞ്ഞോ. അല്ല ആൻറ്റി, അല്ല. ഒരു ട്രൈയും കൂടെ. Hello. ആരെങ്കിലും പറയൂ. പാവം, ഒരാൾ പുറകിൽ വിഷമിച്ച് നിൽക്കുന്ന ആരെങ്കിലും പറയൂ. Hello. എല്ലാരും തിരിഞ്ഞു നോക്കിയാതോ നിൽക്കുന്നത്. Hello. ഇത് പപ്പ എഴുതിയ പാട്ടാണ്. നമ്മളിവിടെ ചർച്ചിൽ ഈ പാട്ട് പാടിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് എടുത്തത്. സാരില്ല. ഓക്കെ, റെഡിയാണ്. Our Father everlasting, the all-creating one, God Almighty, through your Holy Spirit, conceiving Christ the Son, Jesus our Savior. I believe in God our Father, I believe
repeat after me. I thank you, Lord, for dying for my sins, for raising from the dead. I just make you my Lord and Savior. Come into my heart. In Jesus' name. Amen. That's it. That's it? You're a Christian now, brother. Oh, wait, really? Wow. Congrats. Awesome. Thank you. Now, I really have to go. But don't forget to pray. Pray? How do you pray? Pray. Hey, brother. Are you a Christian? Yes. Oh, thank God. Do you know how to pray? Sure I do. Oh, can you teach me? Well, let's get on our knees, okay? Oh, okay. Like this? Yeah. Now, put your hands like this. Oh, like this? Yes, always. Now, arch your back a little bit, okay? Yeah. That should do. Oh, okay. Now, close your eyes. If you don't close your eyes, God's not going to hear your prayer, okay? Now, just repeat after me. Oh, sovereign Lord! Go ahead. Oh, sovereign Lord. Thou art most holy in all the earth. Thou art most holy in all the earth. Oh, holy in all the earth. Your glory extends from mountains to valleys. Your glory extends from mountains to valleys. Now you can do like that, or you can do like this, or you can also do this. Lord, you are so wonderful. Your seraphim and cherubim surround thee day and night, crying, holy, holy, holy is the Lord Almighty. Can you repeat that again? Your seraphim and cherubim surround thee day and night, crying, holy, holy, holy is the Lord Almighty. Your That's good. Just keep practicing. You'll get the hang of it soon. Now I really have to go. Just keep practicing that, okay? Bye. Practice this. Okay. Almighty God, thou art most holy in all the earth. Thy works make me What are you doing? praying. Praying. That's not how you pray. Here, let me show you. Really? You need to know that our God has heard of every single type of prayer we possibly can pray. Yes. So we pray differently. We do? Repetitive prayers are not God's thing. It isn't. So we make it a little interesting and catchy. Catchy? For example, yesterday was my R day and today is my S day. R-S. Just pay attention. I pray using one alphabet today. We relax a bit. Put one hand up like this and one hand down like this. Like this? Yes. Now listen carefully. Sovereign Savior, we stand before your sacred presence, seeking solace and strength. Surround us with your steadfast love as we supplicate before you. Shine your guiding light upon our souls, steering us through the storms of life. Grant us serenity amidst strife, and may your Spirit sustain us in the times of sorrow. Sanctify us by your Spirit, and may we find solace in your promises. Amen. Like that. How do you do that? Keep practicing. Remember to use a dictionary. Dictionary? Bye. Oh, okay, bye. Dictionary. Oh. Okay. Keep practicing. Excuse me, what are you doing? Praying? That's not how you pray. No. This is completely disrespectful. First of all, who prays with a dictionary? Like you have no respect. Let me show you how to do it. Firstly, you have to beg God for your life. He's an angry God. He's a very, very angry God. So you have to have a lot of respect when you pray. Follow. Oh God, forgive us. I'm such a terrible, ugly, despicable one. Beat your chest. Forgive the sins of your people.
You're doing great. That is how you pray. He might just make sure you ask for forgiveness every 5 minutes. Okay, have a good time. Lord, I don't know what I'm apologizing for. Please forgive me. What are you doing? Please. That is not how you pray. First of all, be a man. Don't beg for your life. You don't have to beg for to get something. Alright? He's your father. You got to tell him what you want. Isn't God gonna kill me? He's not going to kill you. He loves you. Come on, now put your hands out. Lord, why didn't you answer my prayer last week? You know my difficulties in life. I'm not doing good. The Karyachins have to be good. Karyachin? Yeah, Karyachin. You mean Thurathan Karyachin? Yeah, you know. Oh, yeah. Okay. Yeah, okay. Lord, if you don't answer prayer, I will stop praying. I'm son of a king and I need to live. That's it. That's it? Yeah. Wow. I gotta go. I need to fill my shop. Oh, okay, bye. Jesus, I want something. Firstly, I want gold. Gold prices are going up. I want a new house, a new car, a new goldfish. That's pretty easy. Secondly, I want some money along with the gold. The thing is that if you don't get this to me by tomorrow, I'll... Son, what are you doing? Lord, is that you? Yes. I'm praying. And who told you to pray like that? The guys. Son, you don't have to put on a show and you don't have to pretend. I know your heart. You do? That's right, I do. Just be yourself. Just talk to me like I was standing right in front of you. Like you were talking to your own father. Go ahead, try it. Hi. Hi. Lord, you know I haven't known you for a long time, but people have been telling me about you and about who you are and what you do. That's all right, son. I'm living inside of you now, and I will show you what is right. I promise. But how do I pray? When you pray to me, make sure you make time to listen, and I will speak to you. Just talk like how we were friends, like how you talk to your best friend. Like right now? That's right, exactly like this. And pray with confidence that I will do the things I have promised for you. How does that sound? Awesome. Thank you. I can pray anywhere, any time of day. I can always talk to you, and you will hear me. You'll hear me. I can pray anywhere, any time of day. I can always talk to you, and you will hear me. You'll hear me. That was a tremendous performance. Well done, Makle. This skit showed how one should pray. Hope you all enjoyed. So now, let's move on with a song by our Tiny Tots and KG children, where they sing about the greatness of our Lord. So let's welcome them with a round of applause. My God is so great, so wide, so mighty, there's nothing my God cannot do. My God is so great, so wide, so mighty, there's nothing my God cannot do. The mountains are His, the rivers are His, the stars His hand He will do. My God is so great, so wide, so mighty.
Congratulations and thank you, dear children. So now let's call on Natasha for a solo performance. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness, I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come. Still my song is in Your praise unending. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. Yes, I worship Your holy name. Lord, I worship Your holy name. Thank you. Isaiah 6 verse 8 says, "Also I heard the voice of the Lord saying, Whom shall I send, and who will go for us? Then said I, Here I am, send me." Let us put our hands together in welcoming our seniors with their group song. Lord of sea and sky, I have heard my people cry, all who dwell in dark and sin, my hand will sing. I will make the stars of night, I will make the darkness bright. Who will bear my light
Thank you, children. That was beautiful again. So now we'll move on with another solo performance by Austin. Singing the song Hallelujah for the Cross by Newsboys. Up to the hill of Calvary, my Savior went courageously, and there He bled and died for me. Hallelujah for the cross. And on that day the world was changed, a final perfect Lamb was slain. Let earth and heaven now proclaim Hallelujah for the cross. Hallelujah for the war He fought. Love has won, death has lost. Hallelujah for the souls He bought. Hallelujah for the cross. My life was bound, but all my chains fell to the ground. The cross, hallelujah. Before love has won, death has lost. Hallelujah for the souls He bought. Hallelujah for the cross. My life. Thank you, Austin. Good job. Okay, so we'll move on to the next program. We have all had darkness in our own lives, and we are so thankful that God in His mercy has brought His light to the world to shine into those places. So now I invite the juniors to entertain us with their performance. Some brightly burning, some dark and cold. There is a spirit who brings a fire, ignites a candle, and makes his home. So carry your candle, run to the darkness, seek out the hopeless, confused and torn, and hold out your candle for all to see it. Take your candle and go light your world. Take your candle and go light your world. Frustrated brother, see how he's trying to light his own candle some other way. See now your sister, she's been robbed and lied to, still holds a candle without a flame. So carry your candle, run to the darkness, seek out the lonely, the tired and worn. Hold out your candle for all to see it. Take your candle and go light your world. Take your candle and go light your world. Thank you for that wonderful performance, children. So before the next program, we'll once again move on to the special program. So ഇത്തവണയും നമുക്ക് സ്ക്രീനിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നെങ്കിൽ സോങ് അല്ലെങ്കിൽ ബൈബിൾ. നമുക്ക് ഫേമസ് പേഴ്സണാലിറ്റി കാണിക്കണമെങ്കിൽ സ്ക്രീൻ വേണ്ടിയതുകൊണ്ട് ഈ 2 ഓപ്ഷനുണ്ട്. അപ്പം ഇത്തവണ ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം?
അല്ലെങ്കിൽ ആരാണ് വില്ലിങ്? എന്നാൽ പിന്നെ ആൻറ്റിമാരുടെ അടുത്തോട്ട് തന്നെ പോവാം അല്ലേ? സ്മിത ആൻറ്റി, അനു ആൻറ്റി, എന്നാ ആഷ ചേച്ചി. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ആരെങ്കിലും ഒരാൾ? അനു ആൻറ്റി, ഓക്കെ ഓക്കെ, ഗ്രൂപ്പായിട്ട് പറഞ്ഞോ. ഓക്കെ, അപ്പം ഏതാ വേണ്ടേ? ബൈബിളിൽ നിന്ന് വേണോ അതോ സോങ് വേണോ? സോങ് മതി. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഒരു പാട്ട് പാടാം. ആ പാട്ട് ആരെഴുതിയതാന്ന് പറയണം. ഇത്തവണ ഇവർക്കാണ് ചാൻസ്. ഇവർ ഗ്രൂപ്പായിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ഈ പാട്ട് ആരാ എഴുതിയത്? വളരെ സിമ്പിളായി പോയല്ലോ. കറക്റ്റ് ആൻസർ അനുവൻറ്റി, താങ്ക് യു. അപ്പോൾ ഇനി ഇപ്പുറത്ത് പോകാം. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യുവാണോ അതോ ഇൻഡിവിജ്വൽ? ഓക്കെ, നിങ്ങൾക്ക് ഏതാ വേണ്ടേ? സോങ് വേണോ ബൈബിൾ വേണോ? ഏതാ? ജിൻഷങ്ങൾ എന്തോ പറഞ്ഞല്ലോ, ഏതാ വേണ്ടേ? എന്നാൽ പിന്നെ ബൈബിളിൽ നിന്നായല്ലോ, കുറേ സോങ് ആയില്ലേ? ഓക്കെ, അപ്പം ഞാൻ ബൈബിളിൽ നിന്ന് ഞാനിപ്പോൾ ഒരു വാക്യം വായിക്കാം. അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഇത് ശരിയാണോ തെറ്റാണോ? അതും വളരെ സിമ്പിളായി പോയല്ലോ. സ്പീഡ് ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും തെറ്റുമെന്ന് കരുതിയിട്ടാണ് അത് ചോദിച്ചത്. അതും വളരെ സിമ്പിളായിപ്പോയി. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. 12 ശിഷ്യന്മാരുടെ പേരുകൾ തെറ്റുകൂടാതെ ആർക്ക് പറയാൻ പറ്റും? കൂടി ആലോചിച്ചിട്ടാണേലും ആരെങ്കിലും വോളണ്ടറി ചെയ്യാമോ? 12 ശിഷ്യന്മാരുടെ പേര്. ഓക്കെ, ബാ. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, അപ്പോസ്തലൻ, പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, എരുകാരനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദാ, തദ്ദായി. Thank you. May God bless you, dear. Thank you. So now let's move on to a group song. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടു. ഇനിയും നാളത്തെ സുവിശേഷകരായ നമ്മുടെ എല്ലാ കൂട്ടുകാരും കൂടി ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് സോങ് നമുക്കായി ആലപിക്കുന്നു. സോ ലെറ്റ്സ് ലിസൺ ടു ദം.
So now I call Pastor Anil Abraham. Because all our kids are here, we'll have a word of prayer for them. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളോടൊപ്പം ഇവിടെ ഇപ്പോൾ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് നിന്റെ കയ്യുയർത്തിക്കാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ, പിന്നത്തേതിൽ അവരുടെ പഠനമണ്ഡലം അനുഗ്രഹമാകാൻ, കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് നല്ല വചനം പഠിച്ച് നല്ല തികവും തുറവുമുള്ള വിശ്വാസികളായി വളർന്നു വരുവാൻ, അവരെ അപ്രകാരം വളർത്തുവാൻ അവരുടെ മാതാപിതാക്കന്മാർക്ക് സ്വർഗീയ ദർശനം സ്വർഗം കൊടുക്കുവാൻ, സ്വർഗീയ ദർശനം ആ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറ്റുവാൻ ഇടയാകണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദാനം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവമേ, ചർച്ചിൻ്റെ അകത്ത് നിന്ന് പകലിൽ രാത്രിയിൽ സന്ധ്യയ്ക്കായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്തൃകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. കഴിഞ്ഞൊരു വർഷം കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൽ നന്നായി പഠിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. കർത്താവ് അടുത്ത വർഷത്തെ ക്ലാസ് അടുത്ത ആഴ്ച ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ വരവയ്യാൽ അടുത്തൊരു വർഷം മുഴുവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പടിയൂടെ വചനം പഠിച്ചു വളരുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. കുഞ്ഞുങ്ങളെല്ലാവരും അനുസരണത്തിൽ പാലിക്കപ്പെടുവാൻ സഹായിക്കണമേ, നല്ല ബുദ്ധി അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാതാപിതാക്കന്മാർക്ക് ആശ്വാസ പുത്രന്മാരും പുത്രിമാരുമായി, ദൈവസഭയ്ക്ക് സൗരഭ്യം വരുത്തുന്ന കുഞ്ഞുങ്ങളായി, ദൈവത്തിന് കർത്താവെ മഹത്വമർപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ പഠനമണ്ഡലത്തിൽ, സമൂഹത്തിൽ, ഭവനത്തിൽ, ചർച്ചിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആരുടെ മേൽ ദുഷ്ടപിശാച് ലക്ഷ്യമിടുവാൻ അനുവദിക്കരുത്. രോഗശക്തികളൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാനിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Thank you children. Now you can move. So ഇത്ര നേരത്തെ പ്രോഗ്രാംസ് നിങ്ങൾ എൻജോയ് ചെയ്തോ? ഒന്ന് കൈയടിക്കുമോ എൻജോയ് ചെയ്തെങ്കിൽ? ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നമുക്ക് ഇരട്ടി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സീനിയർ പാസ്റ്ററായ ജെക്സി പാസ്റ്ററങ്കിൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പാസ്റ്ററങ്ങളുടെ കൂടെ ചില കൂട്ടു സഹോദരങ്ങളും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പാസ്റ്ററങ്കിളിനെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഐ കോൾ അപ്പോൺ പാസ്റ്ററങ്കിൾ ഫോർ എ ഷോർട്ട് മെസ്സേജ്. ഈ പ്രത്യേക മാർഗ ദിവസത്തിൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ പഠിച്ചത് ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഞങ്ങളെയും സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാറുന്നത് ഫുൾ ഗോസ്പൽ ചർച്ച് അബുദാബിയിൽ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനിൽ അബ്രഹാം കുടുംബം, അതോടൊപ്പം തന്നെ കൂട്ടുവേലയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ സകല എൽഡേഴ്സ്, മറ്റ് വിശ്വാസികളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് സ്ക്രിപ്ചർ ക്ലാസ്സുമായിരിക്കുന്ന ബന്ധത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരല്പ നിമിഷങ്ങൾ, ചുരുങ്ങിയ ചില മിനിറ്റുകൾ മാത്രം എടുത്ത് ഒരു വേദപഠനം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് മാത്രമൊന്ന് ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് 1 Kings chapter 3 verse number 5, 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു: ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഈ ചോദ്യമല്ല എന്നെ ചിന്തിപ്പിച്ചത്, പക്ഷേ അതിന് ഉത്തരമാണ് എന്നെ ചിന്തിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നത്.
നിങ്ങൾക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് കേട്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ശലോമോനോട് സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം സുബോധമായിരിക്കുന്ന ഒരവസ്ഥയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല ഇത്. സഹോദരൻ ശലോമോൻ രാജാവ് സ്വപ്നത്തിൽ കിടക്കുന്ന ആ സമയത്ത് ഉറക്കത്തിലായിരിക്കുമ്പോൾ, അഥവാ അബോധ മനസ്സ് മാത്രമാണ് ആ സമയത്ത് പ്രവർത്തിക്കുന്നത്, എൻ്റെ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല. ആ പ്രത്യേകമായ സമയത്ത് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇപ്രകാരം പറയുന്നത്, നീ എന്തു വരം വേണം, നീ അത് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സ്വർഗസ്ഥനായിരിക്കും ദൈവം തന്നെ എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും ഉത്തരം കൂടെ ദൈവത്തോട് പറയുന്നുണ്ട്. ശലോമോൻ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ സ്വർഗസ്ഥനായിരിക്കും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ശത്രു സംഹാരമോ സമ്പത്തോ നീ ദീർഘായുസോ നീ എന്നോട് ചോദിച്ചില്ല. ഈ 3 കാര്യമാണ് നോർമലി ഒരു സാധാരണപ്പെട്ട വ്യക്തി ചോദിക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ചെറുബാലകനായിരിക്കുന്ന ഒരുവനെ പിടിച്ച് രാജസ്ഥാനത്താക്കി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരപ്പൻ്റെ മകനായിട്ട് ജനിക്കപ്പെട്ട് ആ ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിൽ ഇരിക്കുമ്പോൾ അതിനനുസരണമായിട്ട് പല ചോദ്യങ്ങൾ ശലോമോന് ചോദിക്കുവാൻ സാധിക്കും. ദൈവം എക്സ്പെക്റ്റ് ചെയ്തായിരിക്കുന്ന ഉത്തരങ്ങളും ഇത് 3 ശലോമോൻ ചോദിച്ചത് ഒറ്റ കാര്യമാണ്, ദൈവമേ ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ഉള്ള ഒരു നല്ല വിവേകം എനിക്ക് തരണം, എനിക്ക് ബുദ്ധി തരണം. ഞാൻ ചോദിച്ച ശലോമോനെ, നീ ഉണർന്നിരിക്കുമ്പോഴല്ല ഈ ചോദ്യം വരുന്നത്, നീ ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ദൈവം നിന്നോട് ചോദിക്കുന്നത്. നിന്റെ ബുദ്ധി പോലും ഈ സമയത്ത് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല. നിന്റെ അപബോധ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ എവിടുന്ന് കിട്ടി നിനക്ക് ഈ ഒരു ചിന്ത? അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദീർഘനാളുകളായിട്ട് ശലോമോൻ ആഗ്രഹിച്ചു വച്ചിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല ഒരു സമ്പത്തോ ശത്രു സംഹാരമോ ഒരു ദീർഘായുസോ അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ജ്ഞാനം വേണം. ഞാൻ ചോദിച്ച ശലോമോനെ, നിനക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? നിന്നെ ആരാ ഇത് പഠിപ്പിച്ചത്? നിനക്കാരാ ഇത് പറഞ്ഞു തന്നത്? ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇത് പഠിപ്പിച്ചു കൊടുത്ത മറ്റാരുമായിരുന്നില്ല, ശലോമോൻ്റെ അപ്പനായിരുന്നു ദാവീദായിരുന്നു. എന്തുവാ ദാവീദ് പഠിപ്പിച്ചത്? ദാവീദ് പഠിപ്പിച്ചത് അറിയണമെങ്കിൽ സദൃശ്യവാക്യം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. ബുക്ക് ഓഫ് പ്രൊവേർബ്സ് ചാപ്റ്റർ 4 അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് വേണ്ടത് അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ആദ്യം പറയുന്ന 3 വാക്യങ്ങൾ ശലോമോൻ തന്നോട് തന്നെ പറയുന്നതായിരിക്കുന്ന താൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ദൂതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ശലോമോൻ പറയുന്നത്, മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കുന്നതിനോ ശ്രദ്ധിപ്പീൻ. ശ്രദ്ധിച്ചോ? ശലോമോൻ മറ്റുള്ളവർക്കൊരു ഉപദേശം കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് അപ്പൻ്റെതായിരിക്കുന്ന പ്രബോധനം നീ കേൾക്കണം. അപ്പൻ്റെ പ്രബോധനത്തിൻ്റെ പ്രത്യേകത എന്തുവായിരുന്നു? നിങ്ങൾ വായിച്ചു നോക്കിയ എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അവൻ എന്നെ പഠിപ്പിച്ചു. ശലോമോൻ പറയുക, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചെന്നോ. എന്തുവാ അപ്പൻ പഠിപ്പിച്ചത്? ദാവീദ് പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് 4-ാമത്തെ വാക്യം പറയുന്നു, എന്നോട് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, അത് തന്നെ വിവേകം നേടുക, മറക്കരുത്. അപ്പൻ മോന് കൊടുത്ത ഉപദേശം എന്തുവാണെന്നറിയാമോ? ഈ ലോകത്തിൽ സകലത്തെക്കാൾ വലുത്, ശത്രു സംഹാരത്തെക്കാൾ വലുത്, നിന്റേതായിരിക്കും ദീർഘായുസിനേക്കാൾ വലുത്, നിന്റേതായിരിക്കും സമ്പത്തിനേക്കാൾ വലുത് ഒന്ന് മാത്രമാ. ഏതാ? ജ്ഞാനം സമ്പാദിക്കുക. ആ ഒരു കൊച്ചു മനസ്സിൽ അപ്പൻ കൊടുത്ത ഉപദേശം അന്ന് ശലോമോൻ്റെ ഉള്ളിൽ കയറിയതാ. പാതിരാത്രിക്ക് സ്വർഗത്തിലെ ദൈവം വിളിച്ചു ചോദിച്ചു, ശലോമോനെ നിനക്കെന്തു വരമാ വേണ്ടത്? ഉടനെ തൻ്റെ അടിത്തട്ടിൽ കിടന്നതായിരിക്കുന്ന ഒരു വലിയ കാര്യം, ദീർഘകാലങ്ങൾക്ക് മുമ്പ് അപ്പനായിരിക്കും ദാവീദ് തൻ്റെ മകനാകുന്ന ശലോമോന് പറഞ്ഞു കൊടുത്തത്, അവൻ്റെ ഹൃദയത്തിൽ വലിയ വ്യതിയാനം വരുത്തിയത്, അവൻ്റെ ഹൃദയത്തിൽ ചലഞ്ച് കൊണ്ടുവന്നത് വേറൊന്നുമായിരുന്നില്ല, ഈ ലോകത്തിൽ സകല സമ്പാദ്യത്തെക്കാൾ
ഈ ലോകത്തിൽ ശത്രു സംഹാരത്തെക്കാൾ ദീർഘായുസിനേക്കാൾ വലുത് ജ്ഞാനം നേടുക. പ്രിയ ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങൾ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഇതാ. ടീച്ചേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന വലിയ പ്രവൃത്തി ഇപ്പോൾ നിങ്ങളതിൻ്റെ വില അറിയത്തില്ല. പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഒരു പർട്ടിക്കുലർ സമയത്ത് അവരുടെ അവബോധ മനസ്സിൽ നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അത് കിടക്കും എന്നുള്ള സത്യമായിരിക്കുന്ന കാര്യമാണ്. When the time comes, സമയം കടന്നു വരുമ്പോൾ അതിൻ്റെ ഫലം അവർ പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരും. അനുപമ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. ഇതുമായിട്ട് വളരെ കണക്റ്റഡാണ്. 16 വർഷക്കാലം ഇവിടെ സ്ക്രിപ്ചർ ക്ലാസ് പഠിച്ചു. ഇപ്പോൾ ആങ്കർ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ നാളുകൾ ജീവിച്ചത് ഇവിടെ പഠിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ജീവിപ്പിക്കുവാൻ കാരണമായി തീർന്നത്. പ്രിയ അധ്യാപകരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ എഫേർട്ട് നഷ്ടമാകത്തില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പക്ഷേ ചിന്തിക്കുമായിരിക്കുക, ഞാൻ അതിനനുസരിച്ച് റിസൾട്ട് കാണുന്നില്ലോ എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, തക്ക സമയത്ത് കുഞ്ഞുങ്ങൾക്കൂടെ ആ ഫലം വെളിപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. I want to say something to the children. Listen carefully what you are taught. എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? You have to listen to it. Memorize in your heart. Keep it in your heart. When the time comes, there will be a time for you to use that word in your personal life. Let it abide in your heart. The season comes, let it come forth from you. By that word, God 100% bless you. How Solomon was blessed, that way God will surely bless you. ആ മാതാപിതാക്കന്മാർ, ഈ അധ്യാപകർക്ക് മാത്രമല്ല, പേരൻസിനോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അവ കൊടുത്തൊരു വലിയ കൽപ്പനയുണ്ട്. നിൻ്റെ വീടിൻ്റെ പലകയിൽ കട്ടിൽക്കാൽമേൽ കുറുമ്പടി മേൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെടണം. അത് നീ നിൻ്റെ മക്കളുടെ മക്കളോട് നീ സംസാരിച്ചു കൊണ്ടിരിക്കണം. കടന്നു പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ നീ അത് സംസാരിക്കണം. അകത്ത് വരുമ്പോൾ നീ അത് സംസാരിക്കണം. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ വീട്ടിനകത്ത് കേൾക്കുന്ന ആർക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ അത് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അത് തക്ക സമയത്ത് ഫലം കായ്ക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, ദാവീദ് ശലോമോനെ നീ വേർഡ് പറഞ്ഞപ്പോൾ ശലോമോൻ ഈ ജ്ഞാനം ഉള്ളിൽ വളരെ അത്യാവശ്യമെന്ന് താൻ പറഞ്ഞതായ സമയത്ത് താൻ മനസ്സിലാക്കിയതായിരിക്കുന്ന 1-2-3 കാര്യങ്ങളുണ്ട്. അതിൽ 6th verse, 4 Proverbs chapter 4 verse 6 ആ വാക്യം പറയുന്നു, that wisdom will protect you. കുഞ്ഞുങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, the wisdom will protect you. നിങ്ങൾ ഈ കടന്നു പോകുന്ന മരുഭൂ പ്രയാണത്തിൽ നിങ്ങളൊരു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കോളേജ് സ്കൂളിലൊക്കെ കടന്നു പോകുമായിരിക്കുക. ആ പർട്ടിക്കുലർ കാലയളവിൽ നിങ്ങളെ മുൻപോട്ട് നടത്തേണ്ടത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകതയിൽ നിങ്ങൾ ജീവിക്കുവാൻ ഇടയായിത്തീരണമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ നിർബലമാക്കുന്ന എങ്ങനെ അവൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഫസ്റ്റ് തിങ്, ദ വിസ്ഡം, ദാറ്റ് ഈസ് നത്തിങ് എൽസ്, ദാറ്റ് ഈസ് ദ ഫിയർ ഓഫ് ഗാഡ്, ദാറ്റ് ഈസ് നത്തിങ് എൽസ്, ദ വേർഡ് ഓഫ് ഗാഡ്. വേർഡ് ഓഫ് ഗാഡ് വിൽ പ്രൊട്ടക്റ്റ് യു. 2 verse 8 it says it will lift you up. അത് നിന്നെ ഉയർത്തും. കുഞ്ഞുങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദാവീദിന് ഒത്തിരി മക്കളുണ്ട്. പക്ഷേ ആ മക്കളിൽ ഒരു രീതി നോക്കിയാൽ ശലോമോൻ അല്ല രാജാവാകേണ്ടത്. ശലോമോൻ രാജാവാകുവാനുള്ളൊരു കാരണമുണ്ട്. ദൈവം തന്നെ ദാവീദിനോട് പറഞ്ഞു, എനിക്ക് ശലോമോനിൽ പ്രീതിയായിരിക്കുന്നു, ഐ ലവ്ഡ് ഹിം. പ്രിയപ്പെട്ടവരെ, അതാണ് മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ദാവീദ് ഒരു സെപ്പറേറ്റഡായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദ ഫിയർ ഓഫ് ഗാഡ് വിൽ ലിഫ്റ്റ് യു അപ്പ്. 3 നമ്മളിവിടെ കാണുന്നത്, ഇറ്റ് വിൽ ബ്രിങ് ഓണർ ടു യു. അത് നിങ്ങൾക്ക് മാനം തരും. ഒരു ദൈവപൈതലായിട്ട് സ്കൂളിൽ ജീവിക്കുന്നത്, ഒരു ദൈവപൈതലായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നത്, അതാണ് നിങ്ങളുടെ മാന്യത എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഓണർ ഓഫ് ഇറ്റ്. മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുവോ
അതിനനുസരിച്ച് പോകുന്നതല്ല മാന്യത, അത് ലോകത്തിൻ്റെ വഴിയാണ്. ഒരു ദൈവം കാണുന്ന മാന്യത എന്ന് പറയുന്നത് മറ്റുള്ളവർക്കില്ലാത്തൊരു പ്രത്യേകത. ദൈവവചന വ്യവസ്ഥയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഴയ നിമിത്തപ്രകാരം വാക്യം കാണുന്നുണ്ട്. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ച് നടക്കരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനം അനുസരിച്ച് നടക്കുക. അതത്രേ ജാതികളുടെ മുമ്പിൽ നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ ജ്ഞാനികളെന്ന് കാണുന്നത് അവർക്കിഷ്ടപോലെ നാം ജീവിച്ചിട്ടല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനപ്രകാരം ഞാൻ നിങ്ങൾ ജീവിക്കുന്നതാണ് നമ്മുടെ മാനം എന്ന് പറയുന്നത്. അത് കാണുവാൻ സാധിക്കുന്നത് വിഷ്ണു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൗൺ ഓഫ് ഗ്ലോറി. അതാണ് വേഴ്സ് നമ്പർ 9 പറയുന്ന 9ാമത്തെ വാക്യം. അത് നിനക്കൊരു അലങ്കാരമായിരിക്കും. ഫൈനലി വേഴ്സ് 10 says it shall bring you long life. അത് ദീർഘായുസ്സിനെ നിങ്ങൾക്ക് നൽകിത്തരും. ഇവിടെ വെച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഓർക്കുകയായിരുന്നു, ശലോമോനെ, ആ രാത്രി ഉറക്കത്തിൻ്റെ നടുവിൽ നിന്നോട് ദൈവം ചോദിച്ചപ്പോൾ നീ എടുത്തു ചാടി മറ്റൊന്നും ചോദിക്കാതെ, ദൈവം എക്സ്പെക്റ്റ് ചെയ്തത് ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ കൊടുക്കുന്ന ഉത്തരം ഇതാണെന്നോ ദൈവം പറഞ്ഞിട്ട് അപ്രകാരമുള്ളതല്ല. അതിനപ്പുറമായിട്ടൊരു കാര്യം ചോദിക്കുവാൻ കാരണം ശലോമോൻ്റെ അപ്പൻ ശലോമോൻ്റെ ഉള്ളിൽ കൊടുത്ത ഒരു ചിന്ത. ആ ചിന്തയാണ് അവനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിന്നത് അതാണ് കാണുന്നത്. മറ്റൊന്നുമായിരുന്നില്ല. ജ്ഞാനം നേടുക, അതുതന്നെയാണ് പ്രാധാന്യമായിരിക്കുന്നത്. ഇന്ന് ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ സ്ക്രിപ്ചർ ക്ലാസ്സോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് നാം ആഗ്രഹിക്കുമോ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, ജ്ഞാനം നേടുക, അതുതന്നെ പ്രാധാന്യം. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് നടക്കുമോ? ആ ജ്ഞാനം എവിടുന്ന് കിട്ടും? ആ ജ്ഞാനം കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ്. ഗാഡ് ഹാസ് ഗിവൻ us the Bible. Read every day the Bible. അതിനകത്ത് ഫുൾ ഓഫ് ഇഷ്ടം അടക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാതാപിതാക്കന്മാർ, എല്ലാ അധ്യാപകർ ഒന്ന് ദൈവത്തിനു പറയുമ്പോൾ, കർത്താവേ, ലോകത്തിന് താർക്ക് സമ്പത്തിനേക്കാൾ വലുത്, ശത്രു സംഹാരത്തെക്കാൾ വലുത്, ദീർഘായുസിനേക്കാൾ വലുത് ജ്ഞാനമാകുന്നുവെങ്കിൽ, ജ്ഞാനം വചനത്തിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളെ ജ്ഞാനം പ്രാപിപ്പാൻ എന്നെ നീ സഹായിക്കണം. എല്ലാ കണ്ണുകളും അടച്ച ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു പ്രത്യേകമായ ദിവസത്തിൽ അബുദാബി ചർച്ചിൻ്റെ ഒരു പ്രത്യേക ദിനമായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ കണക്കൂട്ടുമ്പോൾ ആ ഒരു ദിവസം പ്രത്യേകമാകണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുമെങ്കിൽ അതായിരിക്കും ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവേ, ജ്ഞാനത്തെ അന്വേഷിച്ച് നടക്കുവാൻ, ജ്ഞാനത്തെ പിൻപറ്റുവാൻ, അതിനനുസരണം ജീവിപ്പാൻ എനിക്ക് പറയണമേ എന്ന് എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ തരങ്ങൾ തുറന്ന ഒരല്പ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനും നിത്യനുമായി ഞാൻ വാഴ്ത്തപ്പെട്ട പ്രിയ നല്ല പിതാവേ, ശ്രേഷ്ഠമേറിയ സമയത്തിന് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങ് രാത്രിയിൽ ഞങ്ങളെ വിളിച്ച് ഓർക്കത്തിൽ ഞങ്ങളോട് എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ ഉത്തരം പറയുന്നെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. പലപ്പോഴും ഞങ്ങൾ ഭൗതികമാർക്കുന്ന വിഷയങ്ങൾ അങ്ങയോട് ചോദിച്ചു പോകുന്നുണ്ട്. എന്നാൽ കർത്താവേ, ദാവീദ് തൻ്റെ മകന് ഉള്ളത്തിൽ കൊടുത്തൊരു ആലോചന, ജ്ഞാനമാണ് ഏറ്റവും പ്രാധാന്യമെന്ന് മനസ്സിലാക്കിയത്. കർത്താവേ, തൻ്റെ മുൻപിലൊരവസരം കടന്നു വന്നപ്പോൾ മറ്റൊന്നും താൻ ചോദിക്കാതെ ആ ജ്ഞാനം ചോദിക്കുവാൻ ഇടയായിത്തീർന്നത് പോലെ പരിശുദ്ധ പിതാവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആ ജ്ഞാനം വേണം. കർത്താവേ, ജ്ഞാനമാകുന്ന യേശുവിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ, ജ്ഞാനമാകുന്ന യേശുവിനെ കൂടുതലായിട്ടൊന്ന് അറിയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ കൃപ ചെയ്താട്ട്. അബുദാബി ചർച്ചിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്തദാസനെ കുടുംബമായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ വിശ്വാസി കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പ്രത്യേകമായ ദിവസത്തിൽ കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവമേ സഹായിച്ചതോർത്ത് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ഇനി ഞങ്ങൾ കേൾപ്പിച്ചതുപോലെ അവരുടെ പ്രയത്നങ്ങളോ വൃഥാവാകുന്നില്ല. ഒരു സമയം അത് പ്രതിഫലം കാട്ടുമെന്നുള്ളതിനോ യാതൊരു സംശയമില്ല. അവരുടെ അനുദിന ജീവിതയാത്രയിൽ അത് വഴികാട്ടിയാകുമെന്നുള്ള സംശയമൊന്നുമില്ല.
ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും അവരായിരിക്കുന്ന കുടുംബത്തിന് ഒരനുഗ്രഹമായി തീരട്ടെ. മാതാപിതാക്കന്മാർക്ക് സന്തോഷമായി തീരട്ടെ. സഭയ്ക്ക് ഒരു സന്തോഷമായിട്ട് ആനന്ദമായി തീരട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കായി സ്തോത്രം. അവരുടെ എഫേർട്ടുകൾ തിരുമേനി അവിടെ കാണുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവത്തോട് മാനിക്കുമാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമർത്ഥമായിട്ട് സ്വർഗമേ അവർക്ക് പ്രതിഫലം കൊടുത്താട്. പിതാവേ, അങ്ങടിയിൽ നിക്ഷിപ്തമാക്കപ്പെട്ട അധികാരത്തിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലോ ഈ സഭയെ, ഈ കുഞ്ഞുങ്ങളെ, ഈ അധ്യാപകരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Many thanks, Pastor Uncle, for enlightening us with your thoughtful message. ഇനി നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ആയാലോ? നമ്മുടെ സൺഡേ സ്കൂൾ കൂട്ടുകാർക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ടീച്ചേഴ്സ് ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കുന്നതാണ്. Parents, please put your hands together and welcome our dear teachers onto the stage. ജീവവാക്യമോതുവാൻ വരൂ, ജീവനുള്ള ദൈവമേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ അവബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ അവബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, യേശുവേ നീ വലിയവൻ, യേശുവേ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. മാനസം കനിഞ്ഞിടുവാനാ, ഗാനമാല്യമേകിടുവാനാ, മാനസം കനിഞ്ഞിടുവാനാ, ഗാനമാല്യമേകിടുവാനാ. ആവസിക്ക എന്റെ ദേഹിയിൽ, നീ വസിക്ക എന്റെ ജീവനിൽ. ആവസിക്ക എന്റെ ദേഹിയിൽ, നീ വസിക്ക എന്റെ ജീവനിൽ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, യേശുവേ വെറുത്തു ജീവിപ്പാൻ അവബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ അവബോധം ഞങ്ങളിൽ തരൂ. വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ, വാക്കുമാറാതുണ്മയുള്ളോനേ, വാഗ്ദത്തങ്ങൾ ചെയ്ത കർത്തനേ, വാക്കുമാറാതുണ്മയുള്ളോനേ. വാഗ്ദത്തങ്ങൾക്കായി വരുന്നു, വല്ലഭാത്മമാരി നൽകണേ. വാഗ്ദത്തങ്ങൾക്കായി വരുന്നു, വല്ലഭാത്മമാരി നൽകണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, യേശുവേ വെറുത്തു ജീവിപ്പാൻ അവബോധം ഞങ്ങളിൽ തരൂ. യേശുവേ
കാലമായല്ലോ, ന്യായവിധി നാൾ വരുന്നിതാ. പ്രിയൻ വരും കാലമായല്ലോ, ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. ലോകത്തിൽ നശിച്ചു പോകുന്ന ലോകരെ നീ രക്ഷിച്ചിടണേ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. ജീവനുള്ള ദേവനേ വരൂ, ജീവവാക്യമോതുവാൻ വരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ വല്ലവൻ, യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ. പാപത്തെ വെറുത്തു ജീവിപ്പാൻ പാപബോധം ഞങ്ങളിൽ തരൂ. 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 വളരെ ഷോർട്ട് ടൈം സ്പാനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോഗ്രാംസാണ് ഇതൊക്കെയും. പക്ഷേ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ചില സഹോദരങ്ങളും ഈവൻ പേരൻസും വളരെ കോപ്പറേറ്റീവായിട്ട് വളരെ ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ ഇട്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്തത്. To the entire team, we are coming to the end of the program. So now is the most awaited part of the program, the prize distribution. So for the first, so we'll move on with the toddlers first, and I kindly call upon Anil uncle, Dubey nu vanna Anil uncle. Dubey Sunday school inde principal ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന അനിൽ അങ്കിളിനെ വിളിക്കാം. One singing competition, first prize Samara. Second prize Evelyn Anil. Third prize Jayden George. Jayden. Okay, next is memory verse, first prize Samara. Second prize Evelyn Anil. Third prize Jayden George. Jayden. Okay, moving on to the exam for toddlers 1. So all three are having the first place. Samara Susan, Evelyn Anil and Jayden George.
Okay. Okay, next we are moving to toddlers 2. Storytelling, first prize, Hanok Cherian Sapphire. Second prize, Hannah Jerry Cherian. Third prize, Jeremy Jerry Joy. Moving on to the memory verse competition. First prize, Michaela Fiji. Evangeline Jeevan. Okay, memory verse competition, first prize by Hanok Cherian Sapphire and Michaela Fiji. Second prize, Hannah Jerry Cherian and Jeremy Jerry Joy. Third prize, Evangeline Jeevan Kenneth. For the exam, first prize is shared by all of them, Hanok Cherian, Michaela Fiji, Hannah Jerry, Jeremy Joy, Evangeline and Joanna Jibu. Look towards the audience. Oh my God. Thank you, Uncle. Thank you so much. Now I call upon Pastor Anil Abraham. Suresh Uncle. So, for the sub-juniors category, for singing, first prize is shared by Jaden Alexander and Caitlin and John. Second prize, Evelyn Matthew. Evelyn Matthew. Third prize, Aksa Mariam Sapphire and Nathaniel Naveen. For the memory verse, first prize, Jaden Alexander. Second prize, Aksa Mariam Sapphire. Third prize, Caitlin and John. For the exam, first prize, Jaden Alexander. Second prize, Nathaniel Naveen. And third prize, Caitlin and John. Now for juniors 1, exam, first prize, Moses Joseph and Juan Jijo Abraham. Moses and Juan. Second prize, Evelyn Jeevan. Third prize, Eva Anil. Books of the Bible,
first prize Evelyn Jeevan. Second prize Juvan Jijo. For the storytelling, first prize Juvan Jijo. Second prize Evelyn Jeevan. Thank you, uncle. Thank you so much. Now for the juniors 2 and seniors, may I kindly call Pastor Uncle. Next one. Wow. Jexi Pastor and Anil Pastor, please. Okay, for juniors 2, Bible reference, first prize Aman Koshi. Second prize Austin Matthew. Third prize Natasha. Memory verse, first prize Aman Koshi. Second Austin Matthew. And third Natasha. And for the exam, first prize Austin Matthew. Second prize Aman Koshi. Moving on to the seniors quiz. First place Rachel Susan Alexander. Second, Joel Jijo John. Third, Kesia Sarah Thomas. For the memory verse competition, first place, Vinu Sunil Kumar. Second place, Rachel Susan Alexander. Third place, Kesia Sarah Thomas. For exam, first place, Rachel Susan Alexander. Second place, Vinu Sunil Kumar. And third, Kesia Sarah Thomas. Now, for the complete attendance in the whole year, we have 3. Evelyn Jeevan, Rachel Susan Alexander, and Kesia Sarah Thomas. Okay, careful. Now we would like to give a token of appreciation to our dear teachers. Please come forward as we call your name. Pastor Uncle, shall we have you on stage, please? Anjali.
Sister Anjali. Sister Pamela. Brother Fiji. Sister Chris. Sister Nisha. Sister Sharon. Brother Shiji. Brother Thomas. Brother Bensi. Thank you, Pastor Uncle. Thank you so much. Now I call Jensen for the vote of thanks. To conclude today's program, we extend our heartfelt thanks to everyone who worked tirelessly to make this anniversary a blessed and fruitful occasion. We would like to take this moment to thank our Lord Almighty for allowing us to have this time of fellowship and for His gracious presence in leading all of us. As the scripture says in 1 Thessalonians chapter 5 verse 18, in everything give thanks to God, for this is God's will for you in Christ Jesus. We would like to thank Pastor Jexi Pastor, Dubai elders Suresh Uncle and Anil Uncle, Pastor Anil Abraham and our church leaders for their prayers and support to the Sunday school. Your constant efforts in the spiritual upbringing of every child from the inception of the Sunday school is truly commendable. On behalf of the entire Sunday school, we express our sincere gratitude to all our dear teachers, Thomas Uncle, Shiji Uncle, Bensi Uncle, Fiji Uncle, Nisha Auntie, Chris Auntie, Sharon Auntie, Pamela Auntie and Anjali Chichi for enlightening our minds and imparting wisdom through the Word of God. We would like to give special mention to Joji Uncle, Alex Uncle, Becky Auntie, Anuba Chichi and Abhya Chichi for their immense support, encouragement and guidance in all the activities we've witnessed today. We would like to extend big thank you to our dearest Sunil Uncle and Sabina Chichan for dedicating their time and effort to editing and compiling all our videos. We would like to extend our heartfelt appreciation to all the parents who served as judges for the Sunday school competition. Your invaluable assistance was greatly appreciated. We are grateful to the parents for taking time to bring their children to the practice session. We thank you for your patience and support. We would like to take this opportunity and thank all our friends, guests, and church family who have joined to bless us and support us. Last but not least, we would like to thank our dear teachers for their participation, contribution, and hard work that has made today's anniversary a blessing for God's glory. As we leave here with sweet memories, we pray that the love and grace of our Lord be with you in your life. Thank you and God bless you. താങ്ക് യു. ആശംസ പറയാനായിട്ട് ദുബൈന്ന് വന്ന അനിലങ്കിളിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. Praise the Lord. It's an honor to be here. ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് അറിയാം നിങ്ങളെല്ലാവരും. അതിൻ്റെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ ഞങ്ങൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് അവിടെ. ഇത് കാണാൻ പലർക്കും ഓർക്കും ഇത്രയൊക്കെ ഉള്ളതെന്ന്. പക്ഷേ ഇതിന് തന്നെ വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പക്ഷേ ഒത്തിരി ക്രിറ്റിസിസമൊക്കെ ടീച്ചേഴ്സ് ഫേസ് ചെയ്യും. ഇത്രയൊക്കെ പറ്റിയുള്ളോ, ഇങ്ങനെയൊക്കെ ഉള്ളോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും കർത്താവ് കാണുന്നുണ്ടെന്നുള്ള വലിയ ഒരു ആശ്വാസവും ആശംസയും ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. I just want to say a small little thing. As teachers, as Sunday school teachers, ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കുണ്ട്. ഞങ്ങളൊരു ചോക്ലേറ്റ് കോട്ടഡ് ക്രൈസ്റ്റിനെയാണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടത് നല്ലൊരു യേശുവാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു യേശുവാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ആ യാഥാർത്ഥ്യം പതുക്കെ മാറും. കർത്താവ് നമ്മുടെ ജീവൻ ചോദിക്കുന്ന കർത്താവാണ്. എത്ര പേര് ഈ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിൽ നിന്ന് മാറി അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മാർക്കിടുന്നത് വിട്ടിട്ട് കർത്താവിന് വേണ്ടി നമ്മൾ എത്രയും
യൂസ്ഫുൾ ആകും എന്നുള്ളൊരു ചോദ്യം നമ്മളെ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്രിപ്പറേഷനാണ്. അവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ വെറും ഇരിക്കുന്ന ആൾക്കാരാണോ, ഓർ ആർ വി റിയലി accepting Christ with our cross? Hallelujah. ദൈവം തന്നിരിക്കുന്ന ആ കുരിശും ചുമന്നുകൊണ്ട് കർത്താവിനെ നമ്മൾ പിൻഗമിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം നമ്മൾ ഉത്തരം പറയേണ്ടതിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് ഒരു ഡ്രാമ സ്റ്റേജാണ്. പക്ഷെ യാഥാർത്ഥികം ഇവിടെ ഇരിക്കുമ്പോഴാണ്. ആമേൻ. നമ്മളെ ഇവിടെ ഈ പ്രദേശത്ത് ആക്കി വെച്ചിരിക്കുമ്പം ഈ പ്രദേശത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും വലിയ ഒരു ദൗത്യം നമ്മളിൽ ഇരിക്കുന്നുണ്ട്. ഈ സഭ വളരട്ടെ. ഹല്ലേലൂയ. ഈ എണ്ണത്തിൽ വളരട്ടെ. Let it grow in activity. May God bless each one of us as we go. Let these children remind us each day of what we are called to be in Christ. Amen. God bless us all. Thank you for everything. It has been really nice coming here and enjoying all this. It's bringing back a lot of memories. We are handicapped in certain senses in that place, but God will help us overcome. Amen. Hallelujah. God bless you all. Thank you, Anlangal. So, thank you everyone for cooperating with us. We had, at many point of times, we had technical difficulties, but thank you all for having patience with us. So, now I call upon Brother Bensi for the closing prayer and Pastor Angle for the benediction. പ്രാർത്ഥനയ്ക്ക് നമ്മൾ കണ്ണുകടയ്ക്കാം. ദൈവമേ സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ദിവസത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെല്ലാം ആരോഗ്യത്തിൽ പരിപാലിച്ച് ബലപ്പെടുത്തി കർത്താവേ, ഓരോ പ്രോഗ്രാംസ് ചെയ്യുവാൻ അങ്ങ് സഹായിച്ച വലിയ വിധങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ കർത്താവെ, ഉയരത്തിലെ ശക്തിയാൽ ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറച്ചതിനായ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ടീച്ചേഴ്സിനെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുവാൻ എല്ലാം അങ്ങ് അനുഗ്രഹിച്ചതിനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് ഓരോ കർത്താവ് വ്യക്തി ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായിട്ട് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം ദൃഷ്ടി വെച്ചിട്ട് കർത്താവെ അവർക്ക് ഇരട്ടി പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിന് പുറകിൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ ദൈവം സൺഡേ സ്കൂളിനെ മുഴുവൻ സഹായിച്ച എല്ലാവരെയും കർത്താവ് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവമേ അങ്ങ് പ്രതിഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കൂട്ടു സഹോദരങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ സൺഡേ സ്കൂളിനെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. കർത്താവെ, അനേക കുഞ്ഞുങ്ങൾ കർത്താവെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും കർത്താവെ ദുഷ്ടൻ്റെ കർത്താവെ സന്നിധിയിൽ നിന്ന് യേശുവിൻ്റെ കർത്താവെ ദൈവമേ കർത്തൃത്വത്തിൻ്റെ കീഴിൽ കടന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും തിരിയുന്ന ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷ്ണു താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. ശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും നാം എല്ലാവരോടും പറ്റിയാൽ ഈ കുഞ്ഞുങ്ങളോടും അധ്യാപകരോടും ഇപ്പോഴും കർത്താവായ യേശുവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാകട്ടെ. ആമേൻ. God